അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി ആയിട്ടൊന്നുമല്ല, വേണമെങ്കിൽ ഒരു ബ്ലോഗ് എന്ന് പറയാം. ഞങ്ങളുടെ വീട്ടിലെ ഒരു നോമ്പ് തുറയാണ് ഇതിലുള്ളത്. ഈ നോമ്പ് തുറയ്ക്ക് ഇഫ്താറിന് വേണ്ടി സെർവ് ചെയ്തിട്ടുള്ള ഐറ്റംസും അതുപോലെ തന്നെ ഡിന്നറിന് വേണ്ടി സെർവ് ചെയ്തിട്ടുള്ള ഐറ്റംസും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഒന്നുമില്ല, ജസ്റ്റ് ഐറ്റംസ് മാത്രം പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഈ ഐറ്റംസിന്റെ എല്ലാം വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നിലോട്ടും പോകുന്നില്ല. കാരക്കയോ അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളം കൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത്. 2 ഡ്രിങ്ക്സ് ആണ് സെർവ് ചെയ്യുന്നത്. മാങ്ങയുടെ സീസൺ ആണിത്, അതുകൊണ്ട് തന്നെ മാംഗോ ജ്യൂസ് ആണ് സെർവ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ ലെമൺ ജ്യൂസും ഉണ്ട്. ലെമൺ ജ്യൂസ് വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നോമ്പ് തുറക്കുമ്പോൾ ലെമൺ ജ്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റീഫ്രഷിംഗും ആയിരിക്കും. ഇതിന്റെ കൂടെ 2 സ്നാക്സ് സെർവ് ചെയ്യുന്നുണ്ട്. ചട്ടിപ്പത്തിരിയാണിത്. ചിക്കൻ ഫില്ലിങ്ങോട് കൂടി തയ്യാറാക്കി എടുത്തിട്ടുള്ള ചട്ടിപ്പത്തിരിയാണിത്. 2-3 തരം ചട്ടിപ്പത്തിരികളുടെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ ഫില്ലിങ്ങോട് കൂടിയ ചട്ടിപ്പത്തിരിയും ചിക്കനും എഗ്ഗും ഫില്ലിങ്ങോട് കൂടിയ ചട്ടിപ്പത്തിരി, അതുപോലെ തന്നെ ബീഫ് ചട്ടിപ്പത്തിരി, സ്വീറ്റ് ചട്ടിപ്പത്തിരി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ചപ്പാത്തി ചീസ് ചട്ടിപ്പത്തിരി അല്ലെങ്കിൽ ചീസ് കേക്ക്. നല്ല ടേസ്റ്റ് ആണ് ഇതെല്ലാം. ഓരോ ഡിഷും ഒന്നിനൊന്ന് മെച്ചാണ്. ഇതിന്റെ കൂടെ തന്നെ സെർവ് ചെയ്യുന്നത് സമൂസയാണ്. ചിക്കൻ ഫില്ലിങ്ങോട് കൂടിയ സമൂസ തന്നെയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. ചട്ടിപ്പത്തിരിക്കും സമൂസയ്ക്കും ഒരേ മിക്സ് ഉണ്ടാക്കിയതിനു ശേഷം അതാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. ഫ്രൂട്ട്സ് ആയിട്ട് ചെറുപഴം, വാട്ടർമെലൺ, അതുപോലെ തന്നെ മുന്തിരി, മൂസമ്പി ഇവയും സെർവ് ചെയ്യുന്നുണ്ട്. നോമ്പ് തുറക്കാൻ വേണ്ടി ഫ്രൂട്ട്സും സ്നാക്സും ഈന്തപ്പഴവും ജ്യൂസും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നോമ്പ് തുറക്കുന്ന സമയമാണ്. നോമ്പ് തുറയും പ്രയറിനുമെല്ലാം ശേഷമാണ് ഡിന്നർ സെർവ് ചെയ്യുന്നത്. ഇഷാ നമസ്കാരത്തിന് മുൻപാണ് ഡിന്നർ സെർവ് ചെയ്യാറ്. നോമ്പിന് എല്ലാവരുടെ വീട്ടിലും സെർവ് ചെയ്യുന്നത് പോലെ തന്നെ പത്തിരിയാണ് ഇന്നത്തെ ഡിന്നറിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. മലബാർ നൈസ് പത്തിരിയാണിത്. ഈ നൈസ് പത്തിരി ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ സൈഡ് ഡിഷായി കുറച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ബീഫ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല വറുത്തരച്ച ബീഫ് കറിയുണ്ട്. നൈസ് പത്തിരിയും ഈ വറുത്തരച്ച ബീഫ് കറിയും നല്ല കോമ്പിനേഷനാണ്. നല്ല ഫ്ലേവർ വരുന്നുണ്ട്. ഈ ബീഫ് കറിയുടെ എല്ലാം വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇവയുടെ കൂടെ തന്നെ നല്ല ചായയും സെർവ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഐറ്റംസ് ആണ് ഇന്നത്തെ ഞങ്ങളുടെ നോമ്പ് തുറക്കുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. റമദാൻ കരീം.